ഇപ്പോൾ സത്യം പുറത്തായതിൻ്റെ ദേഷ്യത്തിൽ മേജർ ഫോഴ്സ് നമ്മുടെ ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാണ്. പക്ഷേ ബാറ്റ്മാൻ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു. ഇതേ സമയം നമ്മുടെ പവർ ഗേൾ പറന്നു വന്ന മേജർ ഫോഴ്സിൻ്റെ വയറ്റിനിട്ട് ഇടിച്ചതും മേജർ ഫോഴ്സിൻ്റെ വയറ് പൊട്ടിപ്പോവുകയാണ്. ഇപ്പോൾ പവർ ഗേൾ ചെയ്തത് ഒരു നല്ല കാര്യമാണെങ്കിലും അത് വലിയൊരു അബദ്ധമായി മാറുന്നു. കാരണം ഇപ്പോൾ മേജർ ഫോഴ്സിൻ്റെ വയറ് പൊട്ടിയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ശരീരത്തിലുള്ള റേഡിയേഷൻസ് മുഴുവൻ പുറത്തേക്ക് വരുവാൻ പോവുകയാണ്. ആ റേഡിയേഷൻസ് പുറത്തേക്ക് വന്നാൽ ആ സിറ്റിയിലുള്ള ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ മരിക്കും. അപ്പോൾ തന്നെ അത് തടയുവാനായി സൂപ്പർമാൻ്റെ നിർദ്ദേശപ്രകാരം ബ്ലാക്ക് ലൈറ്റനിങ് മേജർ ഫോഴ്സിൻ്റെ ചുറ്റും ഒരു ഷീൽഡ് ഉണ്ടാക്കുന്നു. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ആറ്റം തൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ആ റേഡിയേഷൻസിനെ മുഴുവൻ അബ്സോർബ് ചെയ്യുകയാണ്. അങ്ങനെ ക്യാപ്റ്റൻ ആറ്റം ഇപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നു. പക്ഷെ അത്രയും റേഡിയേഷൻസ് ഏറ്റെടുത്തതുകൊണ്ട് ക്യാപ്റ്റൻ ആറ്റം വയ്യാതെ താഴെ വീഴുകയാണ്. ഇതേസമയം ഇപ്പോൾ നമ്മുടെ ലെക്സ് ലൂഥർ ആ മിസൈലുകളെല്ലാം ആ ഉൽക്കയുടെ നേരെ അയക്കുകയാണ്. ഇപ്പോൾ മിസൈലുകളെല്ലാം ഏറ്റ ആ ഉൽക്ക പൊട്ടിത്തെറിച്ചുവെന്ന് വിചാരിച്ച് ലെക്സ് ലൂഥറും അവിടെയുള്ള ആളുകളും വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷേ ആ സന്തോഷം പെട്ടെന്ന് അവസാനിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഥർ അണ്ണൻ അയച്ച ആ മിസൈലുകളെല്ലാം ആ ഉൽക്കയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വയം പൊട്ടിത്തെറിച്ചു പോയി. ആ പൊട്ടിത്തെറി കണ്ടിട്ടാണ് ഇവരെല്ലാം ഉൽക്കയാണ് തകർന്നു പോയതെന്ന് വിചാരിച്ച് സന്തോഷിച്ചത്. ശരിക്കും ഉൽക്കയ്ക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. അതിപ്പോൾ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയതിൻ്റെ ഞെട്ടലിൽ നിൽക്കുന്ന ലെക്സ് ലൂഥർ വേഗം ആ ഉൽക്കയെ തടയുവാനായി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തൻ്റെ മൊട്ടത്തല പുകച്ച് ആലോചിക്കുകയാണ്. ഇതേസമയം പവർ ഗേളിൻ്റെ സഹായത്താൽ ലെക്സ് ലൂഥറിൻ്റെ രഹസ്യ സങ്കേതത്തിൻ്റെ അടുത്ത് ബാറ്റ്മാനും സൂപ്പർമാനും പിന്നെ പവർ ഗേളും എത്തുന്നു. ആ ഉൽക്കയുടെ റേഡിയേഷൻ ലെവലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുവാനാണ് ബാറ്റ്മാനും അവരും അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ സൂപ്പർമാനും ബാറ്റ്മാനും പവർ ഗേളിനെ ഒഴിവാക്കി ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുന്നു. പവർ ഗേളിനെ ശരിക്കും സൂപ്പർമാനും ബാറ്റ്മാനും എന്തെങ്കിലും സംഭവിച്ചാൽ രക്ഷിക്കുവാൻ വരുവാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കെ സൂപ്പർമാനെയും ബാറ്റ്മാനെയും ലെക്സ് ലൂഥറിൻ്റെ കീഴിലുള്ള 2 സൂപ്പർ ഹീറോസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹോക്ക്മാനും പിന്നെ ക്യാപ്റ്റൻ മാർവലുമാണ്.